ഹലോ ഗൈസ്, അപ്പോൾ MJPC എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് ടൂറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ അടുത്തായിട്ട് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൂറും അതിന് എത്ര ചിലവായെന്നും എല്ലാം കൂടെ ഒരു ടോട്ടൽ കണക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളാക്കി ഇടുവാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് പ്രോഡക്ട്സിലോട്ട് കിടക്കാം. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ PC ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലുള്ള ആ മിററിലൂടെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ സെറ്റപ്പ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെയിനായിട്ട് കാണുന്ന ഈ ഒരു പർപ്പിൾ ലൈറ്റ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ അവിത ഡോമസിൻ്റെ 10 വാട്ട് വൈഫൈ RGB ബൾബും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ വഴി കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള മോഡുകളും അതുപോലെ തന്നെ പാട്ടിനനുസരിച്ച് ലൈറ്റും കൂടെ കത്തുന്ന ഒരു സെറ്റപ്പാണ് അതിലുള്ളത്. അതിന് ഏകദേശം വരുന്നത് 359 രൂപയാണ് എനിക്ക് വന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ PCൻ്റെ ബാക്കിലായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ 1 മീറ്ററിൻ്റെ ഒരു സ്ട്രിപ്പ് ലൈറ്റാണ്. അത് എക്സർജി എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ RGB സ്ട്രിപ്പ് ലൈറ്റാണ്. അതിനായിട്ട് ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ തന്നെ ഒരു RGB മോഡാണ്. 21 മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇഷ്ടമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന റിംഗ് ലൈറ്റാണ്. റിംഗ് ലൈറ്റിന് എനിക്ക് വന്നിട്ടുള്ളത് അതിന് മുമ്പേ എൻ്റെ RGB ലൈറ്റിനായിട്ട് വന്നിട്ടുള്ളത് 380 രൂപയാണ് സ്ട്രിപ്പ് ലൈറ്റിന് വന്നിട്ടുള്ളത്. RGB സ്ട്രിപ്പ് ലൈറ്റിന് 380ഉം പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റിന് 500 രൂപയും മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു മൈക്കാണ്. ഇതൊരു സാധാരണ കോളർ മൈക്കാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്കാണ്. ഒത്തിരി നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം അടിപൊളിയായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു മൈക്കിന് 150 രൂപ മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് ആമസോണിൽ കയറി സെർച്ച് ചെയ്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിലുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതുവഴി ലിങ്കിൽ കയറി എടുക്കാവുന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ നിന്ന് 2-3 ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് എൻ്റെ ഉള്ള ഒരു മെയിനായിട്ടുള്ള ഹെഡ്ഫോൺ. ഇതിൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ ചെറുതായി അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ടുള്ളത് 800 രൂപയാണ്. പിന്നെയുള്ളതാണ് എൻ്റെ വേറൊരു ഹെഡ്ഫോണാണ്. ഇത് കുറച്ച് പഴയതാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഉള്ള ഒരു സ്പീക്കർ. ആ സ്പീക്കറിനായിട്ടുള്ളത് 700 രൂപയാണ്. ഞാൻ എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു 4 ഫ്ലവർ പോട്ടാണ് ഇത്. ഇതിന് 4 എണ്ണത്തിനും കൂടി 140 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ PCയിലോട്ട് വൈഫൈ കണക്ഷന് വേണ്ടി ഒരു എതർനെറ്റ് കേബിളും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 400 രൂപേൻ്റെ ഒരു 20 മീറ്റർ എതർനെറ്റ് കേബിളാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ റൂമിൻ്റെ കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ആവറേജ് 50K 50,000 രൂപയാണ് എൻ്റെ ഈ PCയും ഉള്ള എല്ലാ ഗാഡ്ജറ്റ്സും എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എനിക്കായിട്ടുള്ളത്.